ഒരു മിനിറ്റ് നോക്കിക്കേ, നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിച്ചാലോ? 2025-ലെയും 2024-ലെയും വയലാർ അവാർഡ് ഒരു കോഡ് വെച്ച് നമുക്ക് പഠിക്കാം. 2025-ലെ വയലാർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഇ സന്തോഷ് കുമാർ ആണ്. ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് 49ാമത് വയലാർ അവാർഡ് 2025-ല് കിട്ടുന്നത്. ഓക്കെ, 2024-ല് നമ്മൾ നോക്കുമ്പോൾ 48ാമത് വയലാർ അവാർഡ് കരസ്ഥമാക്കുന്നത് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് 24-ലെ വയലാർ അവാർഡ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു കോഡ് വെച്ച് പഠിക്കാം. കോഡ് എന്താണ്? 2025-ലെ വയലാർ അവാർഡ് നമ്മൾ നോക്കുമ്പോൾ ഈ സന്തോഷ് കുമാറിനാണ് അല്ലെ. ഈ സന്തോഷ് കുമാറിന്റെ കൃതിയാണ് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പൊ കോഡ് ഇവിടെ ഓർമ്മിച്ചു വെക്കുക. അച്ഛന്റെ കൂടെ വയലിൽ പോയപ്പോ എനിക്ക് നല്ല സന്തോഷമായി എന്ന് ഓർമ്മിക്കുക. അച്ഛന്റെ കൂടെ എന്ന് പറയുമ്പോൾ തപോമയുടെ അച്ഛനിലെ അച്ഛൻ എന്നുള്ളത് അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ അച്ഛന്റെ കൂടെ എവിടെയാ പോയത്? വയലിലാണ് പോയത്. അപ്പൊ വയലാർ അവാർഡാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. സന്തോഷമായി എന്ന് പറയുമ്പോൾ ഈ സന്തോഷ് കുമാറിനെയും അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെ 2025-ലെ വയലാർ അവാർഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 2024-ലെ വയലാർ അവാർഡും കൂടെ പഠിച്ചു വെക്കാം. അതായത് ഈ ഒരു വയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പറയാനായിട്ട് പോരുന്നത്. ഒരു കടവിന്റെ ചെരുവിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു വയൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചാൽ മതി. അപ്പോ വയൽ എവിടെയാണ്? കടവിന്റെ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതി അവിടെ ഓർമ്മിച്ചു വെക്കുക. ചെരുവിലാണ്, കടവിന്റെ ചെരുവിലാണ് എന്ന് പറയുമ്പോൾ അശോകൻ ചെരുവിലിനെയും അവിടെ ഓർമ്മിച്ചു വെക്കുക. ഈ ഒരു കോഡിലൂടെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ 2025-ലെയും 2024-ലെയും വയലാർ അവാർഡ് പഠിച്ചു വെക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്